ഹലോ ഫ്രണ്ട്സ്, കുറേ കാലമായിട്ട് വീഡിയോയൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പറ്റിയൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞങ്ങൾ ടൂറ് പോവുകയാണെന്ന്. പക്ഷെ അതല്ല ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. പ്രത്യേകിച്ച് പരിപാടി വിശേഷങ്ങളൊന്നുമില്ല, എന്നാൽ ചെറിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു പൂജയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുംഭമാസത്തിൽ ഇങ്ങനെ പൂജ കൊടുക്കുന്ന ടൈമാണല്ലോ, എല്ലായിടത്തും ഉണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഊട്ടി പോവുകയാണ്. അവരും ഇതൊക്കെ പറഞ്ഞ് പഠിച്ച് തുടങ്ങട്ടെ, ഭാവിയിലെ വ്ളോഗർമാരല്ലേ. അങ്ങനെ എന്തായാലും പറഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തെത്തി. ഇതാ തൊട്ടടുത്തെത്തി. ഇതാ എൻ്റെ വീട്, ഇതാണ് എൻ്റെ വീട്. ഗേറ്റ് ആരെങ്കിലും തുറന്നു തന്നാലേ കയറുള്ളൂ എന്നുള്ളതിലാണ് ഞാനിരിക്കുന്നത്. അപ്പം അനിയത്തി ഏതായാലും വന്നിട്ടുണ്ട്. ഞാനിവിടെ വ്ളോഗ് എടുക്കുന്ന സമയത്ത് അവൾ ഫോണും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വരുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല, എന്നെ പറ്റിച്ചതാ. അവൾ വേറെ ആർക്കോ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ഫ്രണ്ടിന്. വീഡിയോ ആണെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓളെ വക ഒരു ഹായ്. പിന്നെ അതെൻ്റെ അമ്മ വന്നു, അനിയത്തീൻ്റെ കുട്ടിയുണ്ട്, വേറെ ആരും വന്നില്ല ഗൈസ് ഞാൻ വരുന്നത് കാണാൻ. പക്ഷേ ഞാൻ ഇറങ്ങിയില്ല, എല്ലാവരും വന്നിട്ടേ ഞാൻ ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെയാണല്ലോ, നമ്മൾ വരുമ്പോൾ എല്ലാവരും വന്ന് നിന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. എന്നാലും ആൾക്കാർ കുറവുണ്ടായിരുന്നു. എല്ലാവരും ഞാൻ വിളിച്ചു വരുത്തി. എല്ലാവരും ഉമ്മത്ത് തന്നെ കാണണമെന്നും പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും. പക്ഷെ അച്ഛനെ മാത്രം മിസ്സായി. അച്ഛൻ മുകളിലുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ അവിടെ തിരക്കിട്ടൊരു പണിയിലാണ്. അപ്പം അച്ഛൻ അവിടെ ചെന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാനും കുട്ടികളും അനിയത്തിയും കൂടി ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. ആ കുട്ടിയെ വിളിയിൽ ഞാൻ ഫ്ലാറ്റായി ഗൈസ്. പിന്നെ അച്ഛൻ്റെ ഓരോ വിശേഷങ്ങളും വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ വീണ്ടും ഞാൻ താഴത്ത് വന്ന് ഞാൻ കൊടുന്ന് കുറച്ച് ബേക്കറിയോ കൊണ്ടുവന്നിരുന്നു. പിന്നെ കുറച്ച് പുളിയച്ചാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പണ്ട് സ്കൂളിൽ പോണ സമയത്ത് വാങ്ങി കഴിച്ചൊരു ഓർമ്മയല്ലേ. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും കൂടി വാങ്ങിച്ചു. പിന്നെ ഒരുമിച്ച് ഇരുന്ന് കഴിച്ചു. ഇത് അനിയനാണ്, അനിയത്തി അതാ ബാക്കിൽ, രണ്ടാമത്തെ അനിയത്തി ബാക്കിലിരിക്കുന്നു. അമ്മ അതാ കുട്ടീനെ പിടിച്ചിരിക്കുന്നു. എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോ പുളിയച്ചാറ്. എല്ലാവരും കൂടി കൂടുമ്പോൾ അത് വേറൊരു രസമാണ് കേട്ടോ. ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കി തിന്ന് അങ്ങോട്ട് കച്ചറുണ്ടാക്കി ഇങ്ങോട്ട് കച്ചറുണ്ടാക്കി, അത് രസമായിരുന്നു. ഇത് അവനും കിട്ടിയിട്ടുണ്ട് ഒരു പുളിയച്ചാറ്. അതൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ആരും വിട്ടില്ല, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും എടുത്തിട്ടുണ്ട്. പുളിയച്ചാറ് മാത്രമല്ല, നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അമ്മ ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞിട്ട്. നല്ല വിശപ്പുണ്ട്. മതി. എല്ലാവരും പെട്ടെന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ തുടക്കം കൊടുത്തു. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വന്നിരുന്നു കേട്ടോ. സമയം 2:30 ഒക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 1 മണി വരെ 1:30 ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. പുളിച്ചാറൊക്കെ തിന്നിങ്ങനെ നടന്നാലും എല്ലാവരും കൂടി വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. അച്ഛനങ്ങനെ ഞാൻ വ്ളോഗ് എടുക്കാൻ കണ്ടപ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു വേറെ ഫീലാണ് കേട്ടോ. സ്വന്തം വീട്ടിൽ പോയിട്ട് എല്ലാവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഇത് വേറെ ലെവലാണ്. ഇതാ ഇവളിരുന്നിട്ടുണ്ട്. അങ്ങനെ ചായക്കുള്ള ടൈമായി. ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ ബേക്കറി കണ്ടിട്ട് അപ്പുറത്ത്, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല, അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ചായ കുടിച്ച് ഓരോരുത്തർ അവിടെ ഇരിക്കണു ഇവിടെ ഇരിക്കണു ഓരോന്ന് പറയുന്നു. കുട്ടികൾ മിഠായിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കണു. നല്ല മഴ ഉണ്ടായിരുന്നു ഗൈസ്. കുറഞ്ഞ് തുള്ളിയിട്ടിരുന്നു ആദ്യം, പിന്നെ അത് കഴിഞ്ഞ് നന്നായിട്ടൊരു മഴ പെയ്തു. അങ്ങനെ പൂജയ്ക്കുള്ള ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട അമ്മ, ഞാൻ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നു. പിന്നെ ഞങ്ങൾ പൂജയ്ക്ക് പൂ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ 12 മണിയൊക്കെ ആയപ്പോൾ പൂജ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കട്ടോ. ഞങ്ങൾ ഇവിടെ ആ കുട്ടികൾ 2 ആളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറക്കം വന്നിട്ട്. അവരെയൊക്കെ വിളിച്ചുണർത്തി മുഖമൊക്കെ കഴുകിച്ച് വന്നിരുന്നു. 2ആൾക്കും കാണണം എന്നൊക്കെ പറഞ്ഞ് കടന്നുറങ്ങിയതാണ്. അപ്പോൾ 2 ആളെയും വിളിച്ച് പ്രസാദം ഉണ്ണിയപ്പമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയച്ചു കേട്ടോ. 2 പേരും വാങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ചെറിയ കുട്ടിയാട്ടോ ഇനി വരാൻ പോണത്. ഇതാണ് ഞങ്ങളുടെ ചെറിയ കുട്ടി. അവർ 2 പേരും കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ചെറിയ കുട്ടി ഇതാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ് ഗായ്സ്.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ, ബൈ.